അനുമോളുടെ പി ആർ ടീംസിനൊക്കെ വയറിളക്കം പിടിക്കട്ടെ ഗൈസ് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ത് വൃത്തികെട്ട ജന്തുക്കളായിരിക്കും അനുമോളുടെ പി ആർ എടുത്ത ജന്തുക്കൾ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അക്ബറിൻ്റെ കൂടെയാണ് കേട്ടോ ഉള്ള കാര്യം പറയാം. അനുമോൾ എന്ത് കള്ളത്തരോടെ കാണിച്ചുകൊണ്ടിരിക്കും. ഓൾ എന്ത് ഇതൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കൈ പിടിച്ചിട്ട് ഇങ്ങനെ അലറി വിളിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ വോട്ട് മറിയും വിചാരിച്ചിട്ടായിരുന്നു. പുറത്ത് ആളുകൾ എന്ത് വിചാരിക്കുന്നു. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും എന്നാണ് അവളുടെ പ്രശ്നം. ഇമേജ് കോൺഷ്യസ് അല്ലേ. ഊള മരയൂള അനുമോളുടെ ഫാൻസ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പി ആർ ടീംസ് കയറി നിരങ്ങണ അല്ലെങ്കിൽ അവർ സ്വാധീനമുള്ള ഒരു ബിഗ് ബോസ് സീസൺ ഇതിനു മുമ്പ് ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. കഴിഞ്ഞ വട്ടമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ പി ആറുകാർ അതിർത്തരണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ജിൻഡോക്കെതിരെ അത് വരുന്നു ഇത് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി. അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇക്കൊല്ലം. എന്തല്ലേ അതിൽ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, എന്തിനാണ് ഇപ്പോൾ ഫോൺ നമ്പർ അനുമോള് പറയുന്നുണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തതെന്ന്. പിന്നെ അത് ചേച്ചിയുടെ ഫോൺ നമ്പർ എന്നായി. പി ആറിൻ്റെ ഫോൺ നമ്പർ അതിലവിടെ പറയുകയും ചെയ്തു. ഞാൻ ഒരു കാര്യം പറട്ടെ, എന്തിനാണ് ഫോൺ നമ്പർ എഴുതി കൊടുക്കണത്? ഇവർക്ക് സോഷ്യൽ മീഡിയ സംഗതികളൊക്കെ ഇല്ലേ, പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവൂലേ പി ആർ ടീംസിൻ്റെയും അല്ലെങ്കിൽ ഇവരുടെ ചേച്ചിയുടെയും അനുമോളുടെ ചേച്ചിയുടെയും ഒക്കെ കോൺടാക്ട് നമ്പറും അവരായിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റൂലേ. പിന്നെ എന്തിനായിട്ട് കോൺടാക്ട് നമ്പർ എഴുതി കൊടുക്കണത്? എന്തിനെഴുതി കൊടുക്കണത്? അത് പി ആറിൻ്റെ നമ്പർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചേച്ചിയുടെ നമ്പർ ഇനി അങ്ങനെ പോയിട്ട് സെർച്ച് ചെയ്ത് ഉണ്ടാക്കേണ്ട ടൈം എടുക്കണ്ട, പെട്ടെന്ന് പോയിട്ട് വിളിക്ക് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ട് അക്ബറിനെതിരെ 8ൻ്റെ പണി കൊടുക്കാനുള്ള പരിപാടി നടത്തിയത്. അല്ലെങ്കിൽ എന്തിനാണ് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുക്കേണ്ട കാര്യം എന്താണ് ഗൈസേ? എന്താണ് കാര്യം എന്താണ്? അത്രയും നിഷ്കളങ്കമായ രീതിയിലേ അക്ബറിന് സ്പേസ് കൊടുക്കണ്ട, സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആദിലെ നൂറയും അനുമോളും കൂടിയും അവിടെ കളിച്ചൊരു കളി ഉണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് ഇവിടെ ഈ സാധനത്തിൽ നിന്ന് വായിച്ചു നോക്കുമ്പോൾ അനുമോളത് ചെയ്യും. ഡ്രസ്സിങ് റൂമിൽ നിന്നിട്ട് ആരും അറിയാത്ത രീതിയിൽ മൈക്കൊക്കെ മാറ്റി വെച്ചിട്ട് സംസാരിച്ച ടീംസാണ്. പല ഉടായ്പകൾ ഉണ്ടാവും, പല കള്ളത്തരം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഗൈസെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നുള്ള സാധനമല്ലേ കർമ്മ ഈസ് ബൂമറാങ്. പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് കുറേ കരഞ്ഞിട്ട് ബേളം വെച്ചിട്ടൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ആളാണ് അനുമോള്. നൂറയിൽ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞിട്ടില്ലാത്ത വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതുകൂടി അറിഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന്. ഈ നൂറ് അതിനേക്കാൾ വലിയ ഊളാട്ടോ. നൂറ് എന്താണ് പറഞ്ഞാൽ, എന്നെ എന്തിനാന്ന് വലിച്ചിട്ട് കൊടുക്കണത് എന്ന്. ഒക്കെ ഇമേജ് കോൺഷ്യസ് ആണ്. ഈ 3 കാര്യമായിട്ട് അവിടെ തരികിടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആദില, നൂറ, അതേപോലെ അനുമോള്. ലക്ഷ്മി ഇങ്ങനെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കണം. ഓളെന്താ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? അനുമോളുടെ കരച്ചിൽ ഓള് വീണാറ്. ദൈവമേ, ഒരു കാര്യം പറയട്ടെ, ബിഗ് ബോസ് അനുമോൾക്ക് കപ്പ് നേരെ എടുത്തായിട്ട് കൊടുക്കുന്ന അതിന് വേണ്ടിയുള്ള കളിയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ ഈ പൂട്ടിക്കെട്ടി 2 ദിവസം കൊണ്ട് കഴിയേണ്ട ഇപ്പോൾ ഇത് കഷ്ടം. അയ്യേ, മഹാ കഷ്ടമായിട്ടുള്ള കാര്യം പറയാലോ. അയ്യേ, ഇതെന്താണിത്? അനുമോൾക്ക് കപ്പാവാൻ തന്നെയാണ് സാധ്യത. കാരണം അനുമോള് കരഞ്ഞ് വിളിച്ചിട്ട് അനുമോളുടെ കരച്ചിൽ വീഴുന്ന കുറേ ടീംസ് ഉണ്ട്. അയ്യോ പാവം, നമ്മുടെ അനുമോൾ ഇത് കരയണു, ആ പെണ്ണത് എവിടെ കരയണു, ഇത്രയും ആൾക്കാരെ എല്ലാവരും കൂടി അവളെ കരയിപ്പിക്കണു, ഈ ഒരു സാധനമൊക്കെ ഉണ്ടാവില്ലേ? ഈ ഒരു വൈബിൽ അനുമോൾക്ക് കപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, നല്ല വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക അവിടെ? എന്താ നൂറയ്ക്ക് അവിടെ ഉള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്തുകൊണ്ട് അവൾ പറയാത്തത്? ആരെയാണ് അവൾ പേടിക്കുന്നത്? എന്നെ എന്തിനാണ് ഇതിൽ വലിച്ചഴിച്ചിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതിയാണ്. ഇവർ 3 കൂടി അവൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ അത് പറഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പോൾ എന്താ ഉടായ്പകൾ അവിടെ നടന്നിട്ടുണ്ട്? ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം പുറത്ത് വന്നിട്ടൊരു ഡയറക്റ്റ് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ എടുക്കുകയാണ് വേണ്ടത്. ഇന്നും നാളെ ഇട്ടാണ്ട് പ്രത്യക്ഷപ്പെടണം. അപ്പോൾ മനസ്സിലാവും എന്താണ് അവസ്ഥ എന്ന്. അതിനുള്ള ധൈര്യം ഓൾക്കുണ്ടോന്നാവും അതിലൊക്കെ. എന്തായാലും ഓൺലൈൻ മീഡിയക്കാരൊക്കെ അവളെ സമീപിച്ചിട്ട് പുറത്തിറങ്ങിയാണ് സമീപിച്ചിട്ടുണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലേ അനുമോളെ കുറിച്ച്? എന്താ സംഭവം? ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ട് ടിഷ്യൂ പേപ്പറിലൊക്കെ എടുത്ത് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും ഗൈസ്. എന്താ പരിപാടി? പി ആറുകൾക്ക് എനിക്കിത് ആലോചിക്കുമ്പോൾ തന്നെ നെവിനൊക്കെ സത്യം പറഞ്ഞാൽ നെവിനൊക്കെ ഇപ്പം തന്നെ ഓൾറെഡി ബിഗ് ബോസ് അല്ല, അതിൻ്റെ അപ്പുറത്തെ വലിയ കപ്പടിച്ച പോലെയാണ് അവൻ അങ്ങനെയാണ് കാണേണ്ടത്. കാരണം ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലാണ്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അവൻ്റെ ശരിക പറഞ്ഞത് കറക്റ്റാണ്. 24 ഹവറും എൻ്റർടൈൻമെൻറ്റ് ആ ഒരു രീതിയിൽ നിൽക്കുന്ന, 24 ഹവറിൽ പിടിക്കണ്ട, എന്നാലും ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് അവിടെ കൊടുക്കുന്ന ഒരാളാണ് നെവിനെ പോലുള്ള ആർക്കൊക്കെയാണ് അവിടെ കപ്പ് കൊടുക്കുന്നത്, നെവിനൊക്കെ. പക്ഷേ എന്താ ചെയ്യുക, നിങ്ങളുള്ള ആളുകളിലെ 100 ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അനുമോൾ തീരെ ഡിസേർവിംഗ് അല്ല, പക്ഷേ അനുമോൾക്ക് കപ്പ് കിട്ടാനാണ് സാധ്യത. കാരണം പി ആർ ടീംസ് സംഗതി ഉണ്ടല്ലോ, അവൾക്കറിയാം എങ്ങനെ ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റുന്നു. അവൾ നിങ്ങളൊരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങൾക്ക്
സൈക്കോളജിയെക്കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ അനുമോൾ പറയുന്നത് കള്ളത്തരാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അനുമോൾ അയ്യോ ആ ആ ആ ആലോചിച്ച് അങ്ങനെ ഇത് മാനിപ്പുലേഷനാണ്, കള്ളത്തരാണെന്ന് പറയണത്. ജെന്യുയിനായിട്ടല്ല ഓള് പറയണത്. അത് ഓള് സംസാരിക്കുന്ന രീതി കണ്ടാൽ മനസ്സിലാവും. ഇപ്പം ഞാൻ വേറെ കാര്യം പറയാം. ഈ നൂറയുടെ അടുത്ത് വന്നിട്ട് അനുമോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, മോളെ മോളെ ഈ മോളെ വിളിയിൽ തന്നെ കള്ളത്തരണ്ട്. മോളെ അങ്ങനെയാണോ പറഞ്ഞത് മോളെ? നീ ഒന്ന് പറഞ്ഞു. അല്ല അപ്പം നമ്മളവിടെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ആരും കേൾക്കാണ്ട് സംസാരിച്ചില്ല പറയുമ്പോൾ അത് വിട്ടേക്ക് എന്ന്. ഏത് വിട്ടേക്കാൻ? അപ്പോൾ എന്തൊരു കള്ളത്തരം എന്ന് പുറത്താവും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഓൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അതിന് തന്നെയാണ് സാധ്യത. അത് വിട്ടേക്ക്. ഏത് വിട്ടേക്ക്? ഏത് വിട്ടേക്ക്? ആരുടെ നമ്പറാണ് കൊടുത്ത് എന്നാൽ പിന്നെ വെക്കണം. ഓരോരോ അംഗങ്ങൾ കഷ്ടം. ശരിക്കും വേറൊരു കാര്യം കേട്ടോ, അവിടെ പുറത്തുനിന്ന് വന്ന ആളുകൾ ഒരു ഗെയിം കളിച്ചു എന്ന് എനിക്കൊന്നും എങ്ങനെ അറിയോ, ഇവരെല്ലാവരും കൂടി അനുമോളുടെ അതാണ് ചോദ്യം ചെയ്ത് വിചാരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ സിമ്പതി വോട്ട് അവസാന സമയത്ത് അവളെ ഒറ്റപ്പെടുത്തുന്ന കൊണ്ട് സിമ്പതി ആളുകൾക്ക് പൊതുവെ മലയാളികൾക്ക് കോമൺ സെൻസ് കുറച്ച് കുറവാണ്. ഒന്ന് കരഞ്ഞു കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വീഴും, പ്രത്യേകിച്ച് പെണ്ണാണെങ്കിൽ. ആണുങ്ങൾക്കൊന്നും ഒരു വില ഉണ്ടാവില്ല, വേറെ കാര്യം. അപ്പോൾ അനുമോള് പറഞ്ഞ അവസാന സമയത്ത് കണ്ട് അനുമോള് കരയണെന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്ത തെറ്റൊന്നും ആൾക്കാരൊന്നും എന്താ പറയുക അത് ശ്രദ്ധിക്കാൻ പോകണില്ലായിരിക്കും. അനുമോള് കരയണു എന്നുള്ളതായിരിക്കും പിന്നെ പ്രശ്നം. അപ്പോൾ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അനുമോൾക്ക് അങ്ങോട്ട് വോട്ട് കയറുന്നുണ്ടായിരിക്കും. PR ടീംസ് അത് പറയുകയും ചെയ്യില്ലേ, അനുമോൾ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു, ഇപ്പം തന്നെ എല്ലാവരും കൂടി അനുമോളെ ഒറ്റപ്പെടുത്തുന്നു പറഞ്ഞിട്ട് സംഭവം. അത് ആരും കളിച്ച കളി അടിപൊളിയായിട്ട് ആരും പറഞ്ഞില്ല. ഇനി ഈ നെഗറ്റീവായിട്ടൊന്നും പറയേണ്ട, അത് സംഭവം ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടൊക്കെ അവർ പോയി. അവരായി അവരെ പാടായി കണ്ടസ്റ്റൻസ് അല്ലേ. ദൈവമേ, അനുമോൾക്ക് കപ്പ് ഇക്കൊല്ലം അനുമോൾക്ക് കിട്ടണം. ഇന്ന് എന്താ കാര്യം എന്നറിയോ? കിട്ടരുത് നമ്മൾ ആഗ്രഹിച്ച് സംബന്ധിച്ചില്ല, പക്ഷെ കിട്ടണം. എന്താ കാര്യം എന്നറിയോ? അപ്പോഴാണ് ആളുകൾക്ക് ഈ കള്ളത്തരങ്ങൾ ഉടായിപ്പോൾ മനസ്സിലാവും. എന്നിട്ട് ബിഗ് ബോസിനെ തന്നെ ആളുകൾ വെറുക്കണം ഈ സീസണിലൂടെ അനുമോൾക്ക് കപ്പടിക്കുന്നതിലൂടെ. അങ്ങനെ ബിഗ് ബോസിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇടിയട്ടെ, അപ്പോൾ ശരിയാവും. കാരണം ഇങ്ങനെയുള്ള ഊളകൾക്ക് കപ്പ് കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള എന്ത് നാറിത്തരം കാണിച്ചിട്ടും കപ്പടിക്കാനുള്ള പരിപാടി അങ്ങനെ ഒരു രീതിയിലാണ് ബിഗ് ബോസ് പോകുന്നതെങ്കിൽ നശിച്ചു പോട്ടെ ബിഗ് ബോസ്. മലയാള സിനിമ നശിച്ചു പോട്ടെ പറഞ്ഞ മാതിരി നശിച്ചു പോട്ടെ, വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം കേട്ടോ, ഇത് എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, അനുമോൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആദില, നൂറ, അനുമോൾ ഇവരെ ചുറ്റിപ്പറ്റി കുറേ ഇൻ്റർവ്യൂസ്, കുറേ വിവാദങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അനുമോൾ കപ്പടിച്ചാലും ഇല്ലെങ്കിലും. അനുമോൾ കപ്പടിച്ചാൽ സ്വാഭാവികമായിട്ടും ആദില ഈ സംഗതികളൊക്കെ പറയാനുള്ള സാധ്യത ഉണ്ട്. നൂറ് എന്താ ചെയ്യാന്ന് പോകുക, ഈ നൂറ് ആദില ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്ത് പറയാണ്ട് ഇരുന്നു വിചാരിക്കുക, അത് അവരുടെ ഇമേജിനെ ബാധിക്കും, ഉറപ്പായിട്ട് അവർ ബാധിക്കും. അങ്ങനെയുണ്ടോ കള്ളത്തരങ്ങൾ? അപ്പോഴും അക്ബറിനും നെവിനും അനീഷിനൊക്കെ നല്ല രീതിയിൽ ആളുകളുടെ സ്നേഹം കിട്ടും. സ്നേഹം കിട്ടാണ്ട് പോകുന്ന ആളുകൾ അനുമോൾ, ആദില, നൂറ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴാണ് ആദില നൂറേനെ കൂടുതൽ ആളുകൾ അംഗീകരിക്കുകയും അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, നെഞ്ചോട് ചേർക്കുകയും കൂടെ ചേർക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ ഈ അനുമോളുടെ കൂടെ വന്നിട്ട് അവരുടെ അവർക്ക് കിട്ടാവുന്ന സ്നേഹം പോകും തോന്നുന്ന സമയത്ത് അവർ സത്യം വിളിച്ച് പറയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ അനുമോൾ അവർ ഒറ്റ കൊടുക്കും, എന്തെങ്കിലും സംഗതി ഉണ്ടായിരിക്കും. എന്തായാലും ആദില നൂറ കുടുങ്ങി, അനുമോളും കുടുങ്ങി. അനുമോൾ കരഞ്ഞ് വിളിച്ചിട്ട് ചിലപ്പോൾ വേളൊക്കെ വെച്ചിട്ട് 10 ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ചിലപ്പോൾ ഒന്ന് ലൈവ് ഡേയിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ആദില നൂറയുടെ അവസ്ഥ, കാരണം അതിന് തെളിവില്ലല്ലോ, തെളിവില്ല അതിനൊന്നും, അതാണ് കാര്യം. ആദില നൂറ തിരിയും എന്തായാലും. എന്തായാലും ഇപ്പോൾ ഒരു വിവാദത്തിലായി ഗൈസ്. എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇത് എനിക്ക് മഹാമോശം സീസണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പണ്ടേ ഈ ആദില നൂറ ഇല്ലേ, അതിലെ ആദില നൂറ, അനുമോൾ ഈ ഒരു ടീമുണ്ടല്ലോ, ആ ഒരു ടീം 3 പേരും കൂടി ബിഗ് ബോസിൽ അക്ബറിനെതിരെ മറ്റു പലർക്കെതിരെ കളിക്കണ ഈ നാറിയ കളിയുണ്ടല്ലോ, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താ അനുമോൾ എന്തെങ്കിലും കാര്യം കാണിക്കുമ്പോഴേക്കും അവൾ ചെയ്ത തെറ്റല്ലാണ്ടാവണമൊന്നുമില്ല അല്ലേ. പക്ഷെ ആളുകൾക്ക് എന്താ മനസ്സിലാവില്ല, എന്താ ചെയ്യുക. അത് PR ടീംസിൻ്റെ ഒരു കളിയാണ്, നാറ്റക്കളി. വയറിളക്കം പിടിച്ചിട്ട് കടക്കട്ടെ PR ടീംസ്. ദൈവമേ, ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്.